നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പുനലൂർ തൂക്കുപാലത്തിൽ പാകാൻ കമ്പകത്തടികളെത്തി. വനംവകുപ്പ് നേരിട്ട് ശേഖരിച്ച തടികൾ വാഴത്തോപ്പ് ടിംബർ ഡിപ്പോയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. കമ്പകത്തടി ശേഖരിച്ച് പാലത്തിൽ പാകുന്നതിന് എറണാകുളം കേന്ദ്രമായുള്ള കമ്പനി നേരത്തെ ടെൻഡർ എടുത്തിരുന്നു. എന്നാൽ വനംവകുപ്പ് മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാറിന് സ്ഥാനം രാജിവെക്കേണ്ടി വന്ന സാഹചര്യത്തിൽ കമ്പനി കരാറിൽ നിന്ന് പിന്മാറിയത്രേ. തുടർന്നാണ് വനംവകുപ്പ് നേരിട്ട് കമ്പകത്തടി ശേഖരിച്ച് ഡിപ്പോയിലെത്തിച്ചത്. 1470 ക്യൂബിക് മീറ്റർ കമ്പകത്തടിയാണ് ഇപ്പോൾ വാഴത്തോപ്പ് ഡിപ്പോയിൽ സ്റ്റോക്കുള്ളത്. തടി ഡിപ്പോയിലെത്തിച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ടും തൂക്കുപാലം നവീകരണത്തിനുള്ള യാതൊരു നടപടിയും അധികൃതർ ആരംഭിച്ചിട്ടില്ല. അധികൃതരുടെ അനാസ്ഥ മൂലം തകർന്ന് നിലംപൊത്താറായ തൂക്കുപാലത്തിൽ 2010 ജനുവരി 25-നാണ് ഒടുവിൽ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 56 ലക്ഷം രൂപ ചെലവഴിച്ച് കൽക്കമാനങ്ങൾ മോടി പിടിപ്പിക്കുകയും തുരുമ്പെടുത്ത ഗർഡറുകൾ മാറ്റിസ്ഥാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആദ്യഘട്ട നിർമ്മാണം കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞിട്ടും രണ്ടാം ഘട്ടം ആരംഭിക്കാത്തതിനാൽ ഗർഡറുകൾ തുരുമ്പെടുത്ത് വീണ്ടും നാശമായി. ബിനോയ് വിശ്വം വനംവകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് തൂക്കുപാലത്തിനായി കമ്പകത്തടി ശേഖരിക്കാൻ വനംവകുപ്പിന് നിർദ്ദേശം നൽകിയത്. എന്നിട്ടും ഇപ്പോൾ മാത്രമാണ് വനംവകുപ്പിന് അത് സാധിച്ചത്. 400 അടി നീളവും 20 അടി വീതിയുമാണ് പാലത്തിനുള്ളത്. പാലത്തിൽ പാകുന്നതിന് ഇപ്പോൾ ആവശ്യത്തിലേറെ കമ്പകത്തടി ഡിപ്പോയിൽ സ്റ്റോക്കുമുണ്ട്. പത്തനാപുരം റേഞ്ചിൽപ്പെട്ട ഇഞ്ചപ്പള്ളി, മാമ്പഴത്തറ, കോട്ടക്കയം, ചെറുകടവ് തുടങ്ങിയ മേഖലകളിൽ കമ്പകത്തടികൾ ധാരാളം ഇനിയുമുണ്ട്. തടി ലഭ്യമല്ല എന്ന കാരണം പറഞ്ഞ് ഇഴഞ്ഞു നീങ്ങിയ നവീകരണ പ്രവർത്തനം തടി ലഭ്യമായിട്ടും ഇഴഞ്ഞു നീങ്ങാൻ തന്നെയാണ് സാധ്യത. അതാണ് തൂക്കുപാലത്തിന്റെ നവീകരണ ചരിത്രം സൂചിപ്പിക്കുന്നത്. 250 തൊഴിലാളികൾ 1871 നിർമ്മാണം ആരംഭിച്ച് 2212 ദിവസം കൊണ്ട് 1877-ലാണ് തൂക്കുപാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതെന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ അത്യന്താധുനിക കാലത്ത് എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടായിട്ടും നവീകരണം അനന്തമായി നീളുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.